അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ 17, 18, 19 ആയത്തുകളെ സംബന്ധിച്ചാണ്. ഈ ആയത്തുകൾ അവതരിക്കാനുള്ള പശ്ചാത്തലവുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 20ാമത്തെ ഇതിൽ അത് ആവർത്തിക്കുകയാണ്. സുമ്മ ഖുതില കൈഫ ഖദ്ദർ. പിന്നെയും അയാൾ ശാപഗ്രസ്തനായി. എങ്ങനെയാണ് അയാൾ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ആസൂത്രണം അയാൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്ന് വീണ്ടും പറയാണ്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ സമീപനം എത്രമേൽ അസത്യജടിലവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണോ, ഒരു നേതാവ് എന്നുള്ളവർക്ക് അയാൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം അതിൽ വളരെ പ്രധാനമാണ്. ഒരു സാധാരണക്കാരൻ ചെയ്യും പോലെയല്ല ഒരു സമൂഹ നേതൃസ്ഥാനത്തുള്ള ഒരാളുടെ ചെയ്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് സാധാരണക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് കിട്ടാൻ പോണത്. അപ്പോൾ ആ നിലക്ക് അയാളുടെ ശാപം, അയാൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ശാപം എന്ന് പറയുന്നത് അത്ര നിസ്സാരമോ അവഗണിക്കപ്പെടാൻ പറ്റുന്നതോ അല്ല എന്ന് കാണിക്കാനാണ് ആ സംഗതി വീണ്ടും പറയുന്നത്. എന്നിട്ട് പറഞ്ഞു സുമ്മ നളർ. പിന്നെ അയാളൊന്ന് നോക്കി. ഈ നോട്ടം എന്നത് ആരിലേക്കാണ്, എന്തിനെയാണ് അയാൾ നോക്കിയത്? ഇവിടെ ബാഹ്യ കണ്ണുകൊണ്ടുള്ള നോട്ടം എന്ന് ആണെങ്കിൽ ഇവിടെ രണ്ട് സാധ്യത ഉണ്ട്. താൻ ഏതൊരു സത്യത്തെ സത്യമായി മനസ്സിലാക്കുകയും ആ സത്യത്തിന് വിരുദ്ധമായിട്ട് ഏതൊരു ജനത അല്ലെങ്കിൽ ഏതൊരു ആളുകൾ തിരിയുകയും ചെയ്യുന്നുണ്ടോ, ഈ മനുഷ്യന്മാർ എത്ര മോശക്കാരാണ്, ഭോഷന്മാരാണ് എന്ന് അവരെപ്പറ്റി ചിന്തിക്കുകയാണ്. അവരൊന്ന് നോക്കിയിട്ട് അവരെപ്പറ്റി ചിന്തിക്കുക എന്നതാണ് ഇവിടെ ഒരു സാധ്യത ഉള്ളത്. അപ്പം ഈ ബുദ്ധിയില്ലാത്ത ജനത എന്നെ ഈ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആണല്ലോ എന്നെ സമീപിക്കുന്നത്. ആട്ടെ, എത്ര മോശക്കാരാണ് ഇവർ എന്ന് അവരുടെ നേരെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ചിന്തയാവാം. അതല്ലെങ്കിൽ സുമ്മ നളർ. എന്നിട്ട് അയാൾ പിന്നെയും അത് ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിനെപ്പറ്റി പറയേണ്ടത്? ഇതൊക്കെ പറഞ്ഞാൽ അത് സത്യവിരുദ്ധമാണല്ലോ, ഇത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു വീണ്ടും വിചാരം അയാൾക്ക് വീണ്ടും വരുന്നു. എന്ന നിലക്കും ഈ സുമ്മ നളർ, അയാൾ ചിന്തിച്ചു, നോക്കി എന്നതിനെ സംബന്ധിച്ച് പറയാം. എന്നിട്ട് ഈ രണ്ട് രീതിയിലാണെങ്കിലും അയാൾ ഈ കയ്പുള്ള കഷായം കുടിക്കുന്നത് പോലെയാണ് ഈ സംഗതി പറയാൻ അയാൾ പോണത്. അതുകൊണ്ട് അയാളുടെ മുഖഭാവത്തെ ഇവിടെ ചിത്രീകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. സുമ്മ അബസ് സുബസർ. അയാൾ മുഖം ചുളിച്ചു, മുഖം കോട്ടി, നെറ്റി ചുളിച്ചു എന്നൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സുമ്മ അദ്ബറ വസ്തക്ബർ. പിന്നെ ഒന്ന് പിന്നാക്കം പോയി. എന്നിട്ട് അയാൾ അഹങ്കരിച്ചു. അപ്പോൾ ഇത് നല്ല ഒരു ചിത്രീകരണമാണ്. വിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ മനുഷ്യന്മാരുടെ ഹാവഭാവങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ മുഖഭാവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിന് ഏറ്റവും നല്ല ഒരു ചിത്രീകരണ രീതിയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ സംഗതിയെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് മുഖം ചുളിച്ച് സമൂഹത്തെ സംബന്ധിച്ച് പരിഹാസ്യമായിട്ടുള്ള രീതിയിലൊന്ന് നോക്കി, അല്ലെങ്കിൽ ഖുർആനെ സംബന്ധിച്ച് ഇനി എന്ത് ഞാൻ പറയുന്നുള്ള ആൾക്ക് വളരെ പ്രയാസത്തോടു കൂടിയുള്ള ആ ഒരു ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ രണ്ടും കെട്ട രീതിയിൽ അങ്ങനെയുണ്ടല്ലോ, കയ്പുള്ള കഷായമാണ്, കുടിച്ചിറക്കാൻ പ്രയാസമാണ്, പിന്നെ അത് ഒറ്റ ഇറക്കിനായിട്ട് കുടിക്കലാണ്, എന്നാൽ പിന്നെ കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളവർക്ക്. അപ്പോൾ ഈ ഒരു ഹാവഭാവങ്ങളാണ് ഇവിടെ വലീദിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അയാൾ പിന്നെ പറയാണ് ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇത് ഒരു സിഹ്റുൻ യുഅ്സർ, ഉദ്ധരിക്കപ്പെടുന്ന, മറ്റാലിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സിഹറാണ്. ഇവിടെ സിഹർ എന്ന് പറഞ്ഞാൽ കൂടോത്രം എന്ന് അല്ല ഈ സിഹറിൻ്റെ അർത്ഥം. കാരണം സിഹർ എന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ അത് കൂടുതൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതിൽ കൂടോത്രം വരും, മാരണവിദ്യ വരും. അതുപോലെ തന്നെ പ്രസംഗകല എന്ന് പറയുന്നത് ഒരു സിഹറാണ്. ഇന്ന ഫിൽ ബയാനില സിഹറൻ എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. പ്രഭാഷണത്തിൽ സിഹറുണ്ട്, വശ്യത ഉണ്ട് എന്നാണ്. അപ്പോൾ വശ്യമായ ആളുകളെ വശീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു വാക്യഘടനയാണ്, സംഭാഷണമാണ്, പ്രസംഗമാണ്. ഇത് ആരിൽ നിന്നോ എടുത്തുദ്ധരിക്കാണ് മുഹമ്മദ് ചെയ്യുന്നതെന്നാണ് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൻ യൂസർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അതിൽ നിന്ന് പിന്നെ തീർത്തും പിറകോട്ട് പോയി അതിനെ ആളുകളുടെ മുമ്പിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അയാളുടെ മുഖഭാവം എന്തായിരിക്കും, അയാളുടെ സമീപനങ്ങൾ എന്തായിരിക്കും എന്നാണ് ഇതിലൂടെ വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രീകരണത്തിലൂടെ വലീദിൻ്റെ സമനില തെറ്റിയ സമീപനവും വിശുദ്ധ ഖുർആനിനോട് അയാൾക്കുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയും അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ അയാൾ അബൂജഹലിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വാങ്ങിയിട്ട് അയാൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഏറ്റവും ഹീനമായിട്ടുള്ള അവസ്ഥയും ഇതൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് വലീദ് പറയുന്നത്, ഇതൊക്കെ പണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പടച്ചോനെ പറ്റി എന്ത് ചിന്തിക്കാനാണെന്നാണ്. ഇവിടെ ജബ്ബാറിനെ പോലുള്ള നാസ്തികന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ സംഭവവും അത് വളരെ ആസൂത്രിതമായിട്ട് പ്ലാനിങ്ങോട് കൂടിയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളതെന്നുള്ള. ഏറ്റവും വലിയ ഒരു സമർത്ഥനായിട്ടുള്ള എൻജിനീയർ അയാൾ ഒരു സംഗതിക്ക് രൂപകൽപ്പന നൽകാൻ പോകുമ്പോൾ അയാൾ വളരെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്ലാനിങ് നടത്തുക. അപ്പോൾ ആ പ്ലാനിങ്ങിൽ ഈ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ അയാൾ രൂപകൽപ്പന നൽകാൻ പോകുന്ന സംവിധാനത്തിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളത് അയാൾ രേഖപ്പെടുത്തി വെക്കുന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചമാകുന്ന ഈ സൗധം, ഈ സൗധത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യത്തെയും അള്ളാഹു അത് മുൻകൂട്ടി കാണേണ്ടതുണ്ട്, അവൻ അത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ആ രേഖപ്പെടുത്തി വെക്കുന്ന ഹാർഡ് ഡിസ്കിനാണ് ഇവിടെ നമ്മൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. എന്നാൽ ആ ലൗഹുൽ മഹ്ഫൂദിൽ തന്നെ നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തി വച്ച ചില സംഗതികൾ അത് സാഹചര്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ തന്നെ നിശ്ചയമനുസരിച്ച് സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലതിന് അള്ളാഹു മായ്ച്ചു കളയുന്നു, ചിലത് അള്ളാഹു അതിൽ തന്നെ സ്ഥിരപ്പെടുത്തുന്നു എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്തു വഇൻദഹു ഉമ്മുൽ കിതാബ് എന്നാണ് സൂറത്ത് റഅദിലെ 35-ാമത്തെ വാക്യം. യംഹുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് മായ്ച്ചു കളയുന്നു, വയുസ്ബിത്ത് അവൻ ഉദ്ദേശിച്ചത് അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു, വഇൻദഹു ഇൽമുൽ കിതാബ് ഉമ്മുൽ കിതാബ് അവൻ്റെ അടുത്താണ് ഉമ്മുൽ കിതാബുള്ളത്. ഗ്രന്ഥത്തിൻ്റെ രേഖയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രേഖ അവൻ്റെ അടുത്താണുള്ളതെന്നാണ്. അപ്പോൾ ആ രേഖയിൽ എന്ത് രേഖപ്പെടുത്തുന്നു, അതിൽ നിന്ന് എന്ത് ഒഴിവാക്കുന്നു എന്നുള്ളതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു സർവതന്ത്ര സ്വതന്ത്രനാണ്. അതുകൊണ്ട് ലോകത്ത് എന്ത് സംഭവിക്കുന്നതും എങ്ങനെ സംഭവിക്കണം, സംഭവിച്ചുകൂടാ എന്നൊക്കെ തീരുമാനിക്കുന്നതും അത് രേഖപ്പെടുത്തണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിൽ ഒരു വലീദിൻ്റെ കാര്യം മാത്രമല്ല, അതീവ നിസ്സാരമായ സംഗതികൾ പോലും, ഇതിനേക്കാളൊക്കെ അതീവ നിസ്സാരമായ സംഗതികൾ പോലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പ്ലാനിങ് നടത്തുക. പ്ലാനിങ് നടത്താതെ കണ്ടമാനം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളെ, ജബ്ബാറിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈയാളുന്ന ഒരു സാധാരണ എൻജിനീയറുടെ പോലും അവസ്ഥ ഇതാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അള്ളാഹു അതിലെ അതീവ നിസ്സാരമായ കാര്യങ്ങൾ തൊട്ട് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ വരെ അതിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ അള്ളാഹു മായ്ച്ചു കളയുന്നു, ബാക്കിയുള്ളത് സ്ഥിരപ്പെടുത്തുന്നു. ഇതാണ് ആ ഗ്രന്ഥത്തിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത്തരമൊരു സംഗതിയാണ് ഇവിടെ വലീദിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഖുർആൻ സത്യമാണെന്ന് അംഗീകരിച്ചു, അയാൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇന്നലഹൂല ഹലാവ, നിശ്ചയം അതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. ഒരു റിപ്പോർട്ടിൽ വൈന്ന അലൈഹില തിലാവ എന്നുണ്ട്, അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നഹു യഅലു വലാ യുഅല, അത് വിജയിക്കും,
അതൊരിക്കലും പരാജയപ്പെടൂല. വ ഇന്ന അലാഹുല മുസ്മിർ, അതിൻ്റെ ഉപരിതലം, അതായത് അതിൻ്റെ ചില്ലകൾ അത് പൂവിട്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അത് ഫലം കാണിക്കും. വ ഇന്നഹു ല മുഗ്ദിഖ്, അതിൻ്റെ അടിവേരുകൾ ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ളതാണ്, ഒരിക്കലും അതിനെ പിഴുതു മാറ്റാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് പിന്നീട് ഈ രീതിയിൽ ചിന്തിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ മനുഷ്യരുടെ ഇത്തരം ചെയ്തികളടക്കം അള്ളാഹു പണ്ടേ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തന്നെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. ഈ ആസൂത്രണം ഇല്ലാതെ അള്ളാഹു ഒരു കാര്യം ചെയ്യണില്ല. വകുല്ലു ഷൈഇൻ ഇൻദഹു ബി മിഖ്ദാർ. അപ്പോൾ ജബ്ബാർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളടക്കം അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട്, നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ എന്നാൽ പിന്നെ അള്ള എന്തിനാ അത് പണ്ട് രേഖപ്പെടുത്തിയത്, അള്ള അങ്ങനെ രേഖപ്പെടുത്തുമോ, അള്ളാഹിനെ പറ്റി എന്താ പറയുക, ആധുനിക കാലത്തിൽ ചിന്താശീലരായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഈ അന്ധവിശ്വാസത്തിൽ തന്നെ അവർ മുഴുകാണ്. ഖുറൈശികൾക്ക്, അവിടുത്തെ നിഷേധികൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവരതിൽ നിന്ന് വിട്ടുനിന്നതെന്നൊക്കെ വിളിച്ചു കൂവുമ്പോൾ അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ ആസൂത്രണം ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിപരമായിട്ട് കഴിവില്ലാത്ത ഒരു മന്ദബുദ്ധി എന്ന് മാത്രമേ ജബ്ബാറിനെ പോലുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നത് എന്നുള്ളതാണ് വസ്തുത.